ഹൃദയം കൊണ്ടെഴുതുന്ന കവിത എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഓർമ്മകളും അനുഭവങ്ങളുമെല്ലാം സൂക്ഷിപ്പിൻ്റെതായ കൽഭരണികളിൽ ഇട്ടുവെച്ച് വേവും നോവും പാകമാക്കി കാലങ്ങൾക്കിപ്പുറം തുറന്നു നോക്കിയപ്പോൾ അതീവ രുചികരമായൊരു പുസ്തകം പാകമായി. കമ്പിളി കണ്ടത്തെയും താനുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിലെ മനുഷ്യരെയും കോർത്തും അഴിച്ചും ബാബു അബ്രഹാം എഴുതിയ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം ഒരു ഫീൽ ഗുഡ് സിനിമയുടെ അനുഭൂതി സമ്മാനിക്കും. ജനിച്ചുപോയ വീടിന്റെ അവസ്ഥയോർത്ത്, പെട്ടുപോയ ഇടത്തെക്കുറിച്ചോർത്ത് വിഷമിച്ചു നിൽക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ മാർഗങ്ങളുണ്ടെന്ന് ഈ പുസ്തകം നിങ്ങളെ പഠിപ്പിക്കും. വീണുപോയവർക്കും തളർന്നു പോയവർക്കും പരാജയപ്പെട്ടെന്ന് കരുതുന്നവർക്കും ജീവിത വിജയത്തിന് ഉള്ള ഊർജം ഈ എഴുത്ത് നിങ്ങൾക്ക് സമ്മാനിക്കും. തികച്ചും പ്രതികൂലമായ ചുറ്റുപാടിലാണ് ബാബു അബ്രഹാം വളർന്നത്. നാടുവിട്ടുപോയ കുടിയനായ അച്ഛൻ, ഒരു നേരത്തെ അരി പോലും നൽകി സഹായിക്കാത്ത ബന്ധുക്കൾ, ഒരു നല്ല കാറ്റടിച്ചാൽ തകർന്നു വീഴാൻ കാത്തു നിൽക്കുന്ന കൂര, ഒപ്പം ചുറ്റിലും നിന്ന് ലഭിക്കുന്ന അവജ്ഞയും അവഹേളനങ്ങളും അവഗണനകളും. ഇതെല്ലാം മറികടക്കാൻ ബാബു അബ്രഹാമിന്റെ കയ്യിൽ 3 ആയുധങ്ങൾ ഉണ്ടായിരുന്നു: അമ്മ, ആത്മവിശ്വാസം, വിദ്യാഭ്യാസം. അമ്മയുടെ ദൃഢനിശ്ചയം ഒന്നുകൊണ്ട് മാത്രമാണ് കുടുംബം പട്ടിണി മറന്നത്. വീടുകളിൽ പണിയെടുത്തും ചെറിയ ചെറിയ കരാറുപണികൾ പിടിച്ചും മക്കളെ പോറ്റാൻ ആ അമ്മ കഠിനാധ്വാനം ചെയ്തു. കമ്പിളി കണ്ടത്തെ കൽഭരണികളിലെ ഏറ്റവും മൂല്യമുള്ളതും വിശിഷ്ടമായതുമായ വിഭവവും ആ അമ്മ തന്നെയാണ്. അമ്മയുടെ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ മകൻ പഠിച്ചു, വളർന്നു, എല്ലാത്തിനോടും നന്ദിയുള്ളവനായി. എൻ്റെ കനൽപ്പാടങ്ങളിൽ നിറഞ്ഞു നിന്ന നന്മ നിറഞ്ഞ മനുഷ്യർ സഹിച്ച ത്യാഗവും സ്നേഹവും തന്നതാണ് ഈ ജീവിതം എന്ന് ബാബു അബ്രഹാമിന് പറയാൻ കഴിയുന്നതും ആ നന്ദി ഉള്ളതുകൊണ്ട് മാത്രമാണ്. സ്നേഹിക്കാൻ മനുഷ്യരുള്ളപ്പോൾ ഏത് പ്രതിസന്ധിയിൽ നിന്നും പറന്നുയരാം എന്നല്ലേ? ഈ പുസ്തകത്തിന്റെ പല പേജുകളിലായി അത്തരം മുഖങ്ങൾ കാണാം. മേരിയമ്മ, ചോറ് പകുത്തു കൊടുത്ത സുബൈദ, പുസ്തകം വാങ്ങി നൽകിയ ടെസ്സി സിസ്റ്റർ, പെൻസിലും സ്കെയിലും കൊടുത്ത രാജൻ, മേഴ്സി ചേച്ചി. അച്ഛനാകുക എന്നതിനേക്കാൾ വലിയ കാര്യം മനുഷ്യനാകുക എന്നതാണ് എന്ന് പഠിപ്പിച്ച ജോസ് അച്ഛൻ, ഫ്രാൻസിലെ അമ്മയായ കൊളേത്ത്, ജാമിയ മില്ലിയയിലെ പ്രൊഫസർ ഇക്ബാൽ തുടങ്ങി ബാബു അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് ചൂട്ടുകാണിച്ചു കൊടുത്തവർ ഒരുപാടുണ്ട്. സങ്കടപ്പെടുത്തിയവരെ കുറിച്ചും പരാജയപ്പെടുത്താൻ നോക്കിയവരെ കുറിച്ചും പറയുന്നുണ്ടെങ്കിലും നിരന്തരോത്സാഹവും ജീവിത മൂല്യങ്ങളുടെ മുറുകെ പിടിക്കലുകളും കൊണ്ട് വിജയിച്ചവരെന്തിന് നിരാശരാകണം? നേരിന്റെ മഷി കൊണ്ടെഴുതി ആഞ്ഞുകൊത്തുന്ന അനുഭവങ്ങളുള്ളൊരു പുസ്തകം. വെറുപ്പിന്റെ രാഷ്ട്രീയം ലോകം ഭരിക്കുന്ന ഈ കാലത്ത് മനസ്സുകളിൽ അല്പമെങ്കിലും സ്നേഹത്തിന്റെ കുളിരു നൽകി ആശ്വാസം പകരുന്ന പുസ്തകം. കമ്പിളി കണ്ടത്തെ കൽഭരണികൾ.